ഹാഷിമിന്റെ മരണശേഷം മക്കയുടെ അധികാരം ഒരാൾ ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: യഥാർത്ഥ അവകാശിയെ കൊണ്ടുവരണം. ആരായിരിക്കും അവർ? മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിനു കഴിഞ്ഞിരുന്നു. മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക ഖാഫിലക്കാർ കൊണ്ടുവരണം. മക്കയിൽ കൃഷിയില്ല. ഹാഷിമിന്റെ കാലത്തു ഖാഫിലക്കാർ ധാരാളം ആഹാരസാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. ജനസേവകനായ നേതാവിനെ എല്ലാവരും സ്നേഹിച്ചിരുന്നു. ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തി. ഇനി തങ്ങളുടെ നേതാവാർ? നാട്ടിൽ സമാധാനം നിലനിൽക്കണം, പട്ടിണിയുണ്ടാകരുത്, നല്ല ഭരണാധികാരി വേണം. ഭരണാധികാരി മരണപ്പെട്ടാൽ സന്താനങ്ങളിൽ പ്രമുഖനാണു ഭരണാധികാരം കിട്ടുക. ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ? അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു. ഹാഷിമിന്റെ സഹോദരനാണു മുത്വലിബ്. മുത്വലിബ് ദയാലുവാണ്, ജനസേവകനാണ്. ആളുകൾ ഒത്തുകൂടി മുത്വലിബിനെ നേതാവാക്കി. മക്ക പട്ടണം മുത്വലിബ് ഭരിക്കാൻ തുടങ്ങി. ഖാഫിലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഹജ്ജ് കാലത്തു ധാരാളം ആളുകൾ മക്കയിൽ വരും. ഹാജിമാർക്കു വെള്ളവും ആഹാരവും നൽകാൻ മുത്വലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ മുത്വലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു. സംവത്സരങ്ങൾ പലതും കടന്നുപോയി. മുത്വലിബ് എപ്പോഴും ഷൈബയെക്കുറിച്ച് ഓർക്കും. മക്കയുടെ ഭരണം ഷൈബയെ ഏൽപ്പിക്കണം. ഷൈബയാണു മക്ക ഭരിക്കേണ്ടത്. ഷൈബ മാതാവിന്റെ കൂടെ യസ്രിബിൽ കഴിയുന്നു. അവനെ മക്കയിൽ കൊണ്ടുവരണം. അവനിവിടെ വളരണം. ഇന്നാട്ടിലെ ചിട്ടകൾ പഠിക്കണം. ഒരിക്കൽ മുത്വലിബ് യസ്രിബിലേക്ക് പോയി. അദ്ദേഹം കയറിയ ഒട്ടകം ബനുന്നജാർ കുടുംബത്തിന്റെ വീട്ടുമുറ്റത്തു വന്നു നിന്നു. മുത്വലിബിനെ വീട്ടുകാർ സ്വീകരിച്ചു. സൽമയും മകനും കടന്നുവന്നു. അതിഗംഭീരമായ വിരുന്ന്. മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത്? സൽമ, എനിക്ക് നിന്നോട് ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാൻ വന്നത്. സൽമ ആശ്ചര്യത്തോടെ മുത്വലിബിന്റെ മുഖത്തേക്ക് നോക്കി. മുത്വലിബ് വിഷയം അവതരിപ്പിച്ചു. ഷൈബ ഹാഷിമിന്റെ മകനാണ്. അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം. അവൻ മക്കയിൽ വന്ന് താമസിക്കട്ടെ. അവിടുത്തെ ചിട്ടകളൊക്കെ പഠിക്കട്ടെ. നീ അവനെ എന്റെ കൂടെ അയക്കണം. മകനെ വിട കൊടുക്കാനോ? സൽമയുടെ മനസ്സ് പിടഞ്ഞു. നീ ഒട്ടും വിഷമിക്കേണ്ട. ഷൈബക്കു നല്ലൊരു ഭാവിയുണ്ട്. അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ. ഹാഷിമിന്റെ യശസ്സു ഷൈബ നിലനിർത്തട്ടെ. ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷൈബയെയും സ്നേഹിക്കും. അവരുടെ സംഭാഷണം തുടർന്നു. ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സൽമ സമ്മതിച്ചു. ഷൈബയെയും കൂട്ടി മുത്വലിബ് മക്കയിലേക്ക് മടങ്ങി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കമന്റ് ചെയ്യണേ. തുടരും ഇൻഷാ അല്ലാഹ്.